പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 22 ഫെബ്രുവരി 2026, ഈ മാസത്തെ 22ാമത്തെ ദിവസം, ഈ വർഷത്തെ 53ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 2ാം ഞായർ, ഗർഭോ ഞായർ എന്നറിയപ്പെടുന്ന ഞായറാഴ്ച, ആരാധന വർഷത്തിലെ 17ാമത്തെ ഞായറാഴ്ച, വലിയ നോമ്പിലെ 7ാമത്തെ ദിവസം. വലിയ നോമ്പിലെ 2ാമത്തെ ദിവസമായ ഇന്ന് ഗർഭോ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ എവങ്കലിയൽ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എവങ്കലിയോസായുടെ രക്ഷാ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയും 4-ാം അധ്യായം 40-41 എന്ന വേദഭാഗം ആണ് വായിച്ച് നാം കേൾക്കുവാൻ പോകുന്നത്. ഇതേ കാര്യം തന്നെ വിശുദ്ധ മർക്കോസ് എവങ്കലിയോസായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയും, മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുമുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് വായിച്ചു തുടങ്ങുന്നതായ ഈ വേദഭാഗം നാം നോക്കുമ്പോൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് 3 കാര്യങ്ങൾ ആണ്. ഒന്നാമത്തത്, ട്രസ്റ്റ് ഓഫ് എ പേഴ്സൺ ടു ദി ഗോഡ്, ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം. രണ്ടാമത്തത്, ഗോഡ്സ് അഷുറൻസ് ടു ദി പീപ്പിൾ, ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പ് ആണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തത്, അഡിഹറൻസ് ടു ദി പ്രസന്റ് റൂൾ, അതായത് നിയമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം എന്ന ആദ്യത്തെ പോയിന്റ് നാം നോക്കുമ്പോൾ, അവൻ യേശുവിനെ കണ്ട് തിരിച്ചറിഞ്ഞ് കവിഴ്ന്നു വീണു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതായ സമയം ആണ് ഇപ്പോൾ. അവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. കുഷ്ഠം ഒരു രോഗമാണെങ്കിലും ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ പാപത്തിന്റെ ശിക്ഷയായി ഭവിച്ചിട്ടുണ്ട് ഇത് എന്ന് നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 9-10 വാക്യം നോക്കുമ്പോൾ മോശയുടെ സഹോദരി മിരിയാം രോഗിയാകുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും. അതുപോലെ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 27 വായിക്കുമ്പോൾ കാണുന്നത് ഏലീശയുടെ ബാല്യക്കാരനായ ഗേഹസിക്ക് സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 6-ാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ കുഷ്ഠം നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് ഏലീശ അവനോട് പറഞ്ഞതുപോലെ അവന് സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ 2 ദിനവൃത്താന്തം 26-ന്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഊസിയ രാജാവിന് സംഭവിച്ചതും നാം കാണുന്നു. എപ്പോഴൊക്കെ പാപത്തിൽ അകപ്പെടുന്നുവോ അപ്പോൾ ദൈവം കോപം അവരുടെ മേൽ ചുമത്തുകയും അവർക്ക് അതിൻ്റെ കഷ്ടം അനുഭവിക്കേണ്ടതായും വരുന്നതായി നമുക്ക് ഉദാഹരണ സഹിതം കാണുവാൻ സാധിക്കും. സൗഖ്യത്തിനാവശ്യം കർത്താവിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയമാണ് സൗഖ്യത്തിൻ്റെ അടിസ്ഥാനവും. ന്യായപ്രമാണം പാപത്തെ രേഖപ്പെടുത്തുകയും അത് പാപമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു മിശിഹായുടെ അവനിലുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലും സകല പാപങ്ങളെയും മോചിപ്പിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-9 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വാസം നമുക്ക് പഠിപ്പിച്ച് തന്ന നമ്മുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ നാം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട സമയത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുത്ത ഉറപ്പ്. കുഷ്ഠരോഗിയുടെ യാചനയിൽ യേശു പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. ആരും സ്പർശിക്കാത്ത ഒരുവനെ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്നവനെ
സ്പർശിക്കുന്ന ദൈവത്തിന്റെ ആ കരുണയാണ് നാം ഇവിടെ കാണുന്നത്. രക്ഷകനായ ക്രിസ്തു അവന്റെ കരുണയും സഹാനുഭൂതിയും മൂലം അവന്റെ സ്പർശനത്താൽ രോഗം ഭേദമാകുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. മോശ തന്റെ സഹോദരിക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നതായി നാം സംഖ്യാപുസ്തകം 12:10 മുതൽ 15 വരെയുള്ള ഭാഗത്ത് കാണുന്നു. എന്നാൽ അവൾക്ക് സൗഖ്യമായത് 7 ദിവസത്തിനങ്ങൾക്ക് ശേഷം മാത്രമാണ്. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാനോട് എലീശ പറയുന്നത്, നീ യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക എന്നാണ് പറഞ്ഞ അതേ സമയത്ത് സൗഖ്യമായില്ല. എന്നാൽ കർത്താവ് തൊട്ട ഉടനെ സൗഖ്യമായി. അതാണ് ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ദൈവം ഉപദേശിക്കുന്നു. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്നാണ്. പുരോഹിതന്മാരെ കാണിക്കാൻ ആവശ്യപ്പെടുന്നത് മോശയേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് പുരോഹിതന്മാരെ ബോധ്യപ്പെടുത്തുവാനാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മോശയാണ് ഏറ്റവും വലിയവൻ എന്ന് യഹൂദന്മാർ കരുതിയിരുന്ന കാലമാണിത്. മറ്റൊരു കാരണമായി പറയുന്നത് കർത്താവിന്റെ മരണത്താലുള്ള വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം അപ്പോഴും പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ കാണിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നാം കണ്ടത് 3 കാര്യങ്ങളാണ്. അത് നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കും എന്നതിന് 2 അഭിപ്രായം ആർക്കും ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം, രണ്ടാമത്തത് ദൈവം തന്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പ്, മൂന്നാമത്തത് നിയമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഉപദേശം. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നാം ദൈവത്തിൽ ശരണപ്പെട്ട് പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ വ്യാധി, വലിയ രോഗം പിടിപെടുകയില്ല എന്ന് മാത്രമല്ല അവൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുകൂടിയാണ്. നാം നമ്മെ തന്നെ തിരുത്തി ജീവിക്കുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും നാം എപ്പോഴും സാധിക്കുമെങ്കിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ട്, അതായത് ഹൃദയത്തിൽ തട്ടിച്ച് ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും നമ്മളുടെ പ്രവൃത്തികളെ ശുദ്ധമാക്കുകയും മനസ്സിനെ ക്രമീകരിച്ചുകൊണ്ട്, ആഹാരം മാത്രമല്ല വെടിയേണ്ടത്, മനസ്സിനെയും വെടിപ്പാക്കിക്കൊണ്ട് പങ്കലമായ ഈ ലോകത്തിൽ പാപമില്ലാതെ ജീവിക്കുവാൻ നോക്കുകയുമാണ് വേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.